വാസ്തു അനുസരിച്ചിട്ട് പ്രധാന ദിക്കുകളും അതിന്റെ ഫലങ്ങളും. വാസ്തു അനുസരിച്ചിട്ട് നമുക്ക് 8 ദിക്കുകളുണ്ട്. 4 മൂലകളും 4 ദിക്കുകളും, അങ്ങനെ 8 ദിക്ക്, ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട്. ദിക്കുകൾ: തെക്കു പടിഞ്ഞാറ് കന്നിമൂല, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വായുകോണ്, വടക്ക് വടക്ക് കിഴക്ക് ഈശാനകോണ്, കിഴക്ക് തെക്ക് കിഴക്ക് അഗ്നികോണ്, തെക്ക് വശം. ഇങ്ങനെയാണ് 8 ദിക്കുകളും അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട്. ഇതിൽ തെക്കു പടിഞ്ഞാറ് മൂല കന്നിമൂല, ഈ ഭാഗത്ത് ഇത് വീട്ടിൽ ഗൃഹനാഥയുടെ ദിക്കായി കണക്കാക്കുന്നു. ഗൃഹനാഥ. അപ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏതൊരു ദോഷവും വീട്ടിൽ ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിനെ കറക്റ്റ് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ 45 ഡിഗ്രിക്ക് അകത്ത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വീടിനകത്തോ വീടിന്റെ പുറത്തോ വന്നു കഴിഞ്ഞാൽ ഇത് ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. ഇവിടെ വരാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? പുറത്ത് ഇവിടെ കിണർ വരാം, ബോർവെല് വരാം, സെപ്റ്റിക് ടാങ്ക് വരാം, വേസ്റ്റ് വാട്ടറിന്റെ കുഴി വരാം. ഈ ഭാഗം താന്ന് കിടക്കാം, അതായത് വീടിന്റെ എടുക്കുമ്പോൾ കിഴക്ക് ഭാഗം ഉയർന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നും കിടക്കാം. ഇതൊക്കെ വാസ്തുദോഷങ്ങളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. അടുത്തത് വീടിനകത്ത് വരാവുന്ന വാസ്തുദോഷങ്ങൾ: തെക്ക് പടിഞ്ഞാറ് കിച്ചൺ വരാം, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാം. ഈ വീട്ടിൽ പണി കഴിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ 45 ഡിഗ്രി വീട്ടിൽ ഇല്ലാതെ വേണമെങ്കിലും പണി കഴിപ്പിക്കാം. ഇതൊക്കെ കന്നിമൂലയുടെ ദോഷങ്ങളായിട്ട് കരുതുന്നുണ്ട്. ഗൃഹനാഥയെ ബാധിക്കും. അപ്പം തെക്ക് പടിഞ്ഞാറ് ദിക്ക് ഗൃഹനാഥയുടെ ദിക്കാണ്. ഇവിടെ വരാവുന്ന ദോഷങ്ങൾ അകത്തും പുറത്തുമുള്ളതും നമ്മൾ കറക്റ്റ് ചെയ്തു. അടുത്തത് വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് ആരുടെ ദിക്കാണ്? വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ ദിക്കാണ്. വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ ദിക്ക്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആരെ ബാധിക്കും? ഗൃഹനാഥനെ ബാധിക്കും. ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കിച്ചൺ വരാം, ഇവിടെ ടോയ്ലറ്റ് വരാം, അവിടെ മിസ്സിങ് വരാം. ഇത്രയും ഭാഗം ഇല്ലാതെ വീട് പണിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ മിസ്സിങ് എന്ന് പറയും. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടാവുന്ന ഏതൊരു പ്രശ്നവും ഗൃഹനാഥനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് ഗൃഹനാഥനെ ബാധിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ വന്നിരിക്കുന്നത്? പുറത്ത് എന്തൊക്കെ സാധനങ്ങൾ വരാം? പുറത്ത് നമുക്ക് ടോയ്ലറ്റ് വരാം, അതുപോലെ തന്നെ പുറത്ത് നമുക്ക് കിച്ചൺ വരാം, അതേപോലെ തന്നെ പുറത്ത് വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗത്ത് വരാവുന്ന ഗേറ്റുകളും നമുക്ക് വാസ്തുദോഷങ്ങളായിട്ട് പരിഗണിക്കാം. ഇവിടെ അങ്ങനെയാണെങ്കിൽ എവിടെ ഗേറ്റ് വരാം? വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറിൽ ഗേറ്റ് വരാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും വാസ്തുദോഷങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. അടുത്ത മൂല ഏതാണ്? ഈശാനകോണ്. ഈശാനകോണിൽ വന്നുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെപ്റ്റിക് ടാങ്ക് വന്നുകൂടാ, വേസ്റ്റ് വാട്ടറിന്റെ കുഴി വന്നുകൂടാ, അതുപോലെ തന്നെ ഈ ഭാഗം ഉയർന്നിരിക്കാനും പാടില്ല. മറ്റുള്ള ദിക്കുകളെ അപേക്ഷിച്ച് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാനകോണ് ഉയർന്നിരിക്കാനും പാടില്ല. ഇവിടെ വരാവുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ബോർവെല്ല് വരാം, സമ്പ് വരാം, അതുപോലെ തന്നെ കിണർ വരാം എന്നീ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വരാം. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്തത് തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഏത് ദിക്കാണ്? അഗ്നികോണ്. അപ്പൊ തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആരുടെ ദിക്കാണ്? വീട്ടിൽ മൂത്ത പെൺകുട്ടിയുടെ ദിക്കായിട്ട് ഫെങ്ഷുയിൽ തന്നെ കണക്കാക്കുന്നുണ്ട്. തെക്ക് കിഴക്ക് ആരുടെ ദിക്ക്? മൂത്ത പെൺകുട്ടിയുടെ ദിക്ക്. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ്, തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന മിസ്സിങ്, ഇതൊക്കെ ആരെ ബാധിക്കും? മൂത്ത മകളെ ബാധിക്കും. അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിന്റെ പുറത്ത് എന്തൊക്കെ വരാം? സെപ്റ്റിക് ടാങ്ക് വരാം, അത് കണക്ക് തന്നെ ബോർവെല്ല് വരാം, അതുപോലെ തന്നെ കിണർ വരാം, ഇവിടെ സമ്പ് വരാം. ഇതെല്ലാം വാസ്തുദോഷങ്ങളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ തെക്ക് കിഴക്കിന്റെ തെക്കിലോ തെക്ക് കിഴക്കിന്റെ കിഴക്കിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. അത് വലിയ വാസ്തുദോഷമായി കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ 4 ദിക്കിന്റെ പ്രാധാന്യവും ഈ 4 ദിക്ക് ആരെ സൂചിപ്പിക്കുന്നുവെന്നും അവിടെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് 4 ദിക്കുകളിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വീടിന്റെ പുറത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കൊടുക്കുന്നത് നല്ലൊരു റെമഡിയാണ്. വടക്ക് പടിഞ്ഞാറോ ഇവിടെ ഒരു 6 റോഡ് വിൻഡ്ചെയിൻ കൊടുക്കാം. വീടിന്റെ പുറത്ത് ഇവിടെ 6 റോഡ് വിൻഡ്ചെയിൻ കൊടുക്കാം. വടക്ക് കിഴക്ക് ഭാഗത്ത് വൃത്തിയായി സൂക്ഷിക്കാം. ഇവിടെ നമുക്കൊരു വാട്ടർ ബോഡി കൊടുക്കാം. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ലക്കി ബാമ്പ് വെക്കാം. ഇവിടെ നമുക്ക് തീയിടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫയർ എനർജി കൊടുക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം 4 മൂലകളിലായിട്ട് ചെയ്യാം. അപ്പം ഇതാണ് 4 ദിക്കുകളുടെ പ്രത്യേകതകളും 4 ദിക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം.
ഇപ്പൊ നമുക്കൊരു ധനകാര്യ സ്ഥാപനം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും കസ്റ്റമേഴ്സിനെ വിളിച്ചു കയറ്റുന്നതെന്നുള്ള രീതിയിൽ ഒരു ലക്കി ക്യാറ്റിനെ വെക്കാം. അപ്പം ഇത് മെയിൻ കൗണ്ടറിൽ വെച്ചിട്ട് പുറത്തോട്ട് നോക്കിയിരിക്കും. അതിൻ്റെ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ശരിക്കും കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് നമുക്ക് ഓഫീസിൻ്റെയോ വീടിൻ്റെയോ വടക്ക് ഭാഗത്ത് അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്ചു വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോസ്പെരിറ്റികൾ ഉണ്ടാവാനും സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനും ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു മോഡൽ ബുദ്ധ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്നത് നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.